കോടതിയുടെ മുന്നിലേക്ക് കേസിന്റെ മെറിറ്റും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് അനിവാര്യമായിരുന്നോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി അനിവാര്യമായിരുന്നോ എന്ന പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ ജാമ്യാപേക്ഷയുടെ ഭാഗമായി കോടതിയുടെ മുന്നിലേക്ക് വരത്തുള്ളൂ. കാരണം ഒരു ട്രയലിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു ട്രയൽ നടക്കുമ്പോഴുള്ള കാര്യങ്ങളായിരിക്കത്തില്ല ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത്. അതിൽ SITയുടെ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന് പറയാനുള്ള കാര്യങ്ങളും പരിഗണിക്കും. അപ്പോൾ ഈ വിഷയത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എന്തുകൊണ്ട് അവ്യക്തത ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പരാതി നൽകിയിട്ടുള്ള ആള് ഇതുവരെയായിട്ട് നാട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു നമ്മുടെ BNS പ്രകാരം നിലവിൽ ഒരാൾ ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി മൊഴിയെടുക്കുന്നതിന് തടസ്സമില്ലെങ്കിൽ കൂടി തന്നെയും ആ മൊഴി 3 ദിവസത്തിനുള്ളിൽ അതിജീവിത ലെക്സോർ ആരാന്ന് വെച്ചാൽ അവർ എത്തി അതിൽ ഒപ്പുവെക്കണമെന്നൊക്കെ തന്നെ BNS പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ IPC സെക്ഷൻ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു FIR എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തതിന്റെ മെറിറ്റുമായിരിക്കാം കോടതി പരിശോധിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ യുവതി ഈ അതിജീവിത നാട്ടിലെത്തിയിട്ടില്ല, നേരിട്ട് മൊഴി നൽകിയിട്ടില്ല. അപ്പോൾ ആ വിഷയം കോടതിയുടെ പരിഗണനയിൽ വരുമോ? അത് ജാമ്യം ലഭിക്കാനുള്ള ഒരു വഴിയായി അത് മാറുമോ? തീർച്ചയായിട്ടും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുന്നിൽ നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിയുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ആ സാഹചര്യം കോടതി പ്രാഥമികമായിട്ട് വിലയിരുത്തും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചില്ല എങ്കിൽ തെളിവ് നശിപ്പിക്കുവാനോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ഇദ്ദേഹം ഏർപ്പെടുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം കോടതി പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് ഈ ഫെന്നി നയനാന്റെ ഒരു ഇന്നലെ പുറത്തുവിട്ട ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുണ്ട്. അതിന് മറുപടിയുമായി ഇന്ന് അതിജീവിതയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഫെന്നി നയനാന്റെ ആ ഒരു പ്രതികരണത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലാകും? അതിന്റെ ഒരു നിയമ നടപടി എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജാമ്യത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളായാലും അതല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിക്കെതിരായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും ആരാണോ ആരോപണ വിധേയനായിട്ട് ഇപ്പോൾ അക്യൂസ്ഡായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളത് അദ്ദേഹത്തിന്റെ ജാമ്യത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത്തരത്തിൽ അതായത് അതിജീവിതക്കെതിരായി നടത്തുന്ന അക്രമങ്ങൾ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ കഴിയില്ല, ന്യായീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കേസിന്റെ മെറിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ ആ കാര്യങ്ങൾ സമർപ്പിക്കാം. കോടതിയെ ബോധ്യപ്പെടുത്തി കേസിൽ നിന്ന് ജാമ്യം എടുക്കാം. ഇനി അതിൽ കൂടുതലായിട്ട് മെറിറ്റ് അതായത് ഒരു FIR രജിസ്റ്റർ ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് FIR കോഷ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉള്ളയിരിക്കെ പരസ്യമായി വന്ന് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നടപടി ഒട്ടും നമ്മുടെ നീതിന്യായ സംവിധാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തിനോ ഭൂഷണമാണ് എന്ന് പറയാൻ കഴിയില്ല. അതിജീവിതയുടെ ശബ്ദ സന്ദേശം ഏറെ നിർണായകമാവില്ലേ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ? അല്ല, ഇത്തരത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങൾ ആരുടെയാണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താണെന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ വ്യക്തമല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ പറയാനോ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അതിജീവിതയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദ സന്ദേശമാണ്. അപ്പൊ അതിന്റെ ആധികാരികത വ്യക്തമാക്കിയാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ കോടതിക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിലൊന്നും തന്നെയും കോടതി ഈ കാര്യങ്ങളെ കാണാൻ സാധിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെയില് നമ്മുടെ രാജ്യത്ത് ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ബെയിൽ എന്നുള്ളത് ഓരോ പൗരന്മാരുടെ അവകാശമാണ്. സ്വാഭാവികമായിട്ടും ബെയിലിന്റെ ഘട്ടത്തിൽ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ കോടതി പരിഗണിക്കുകയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആ കേസിന്റെ കുറ്റപത്രം കൊടുത്ത ശേഷം ഒരു ട്രയൽ നടത്തുമ്പോൾ മാത്രമാണ് ആ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള കേസിനെ കുറിച്ച് വാദങ്ങളും പ്രതിവാദങ്ങളും അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികളും ഒക്കെ കോടതി പരിഗണിക്കുന്നത്. ഇത് പ്രാഥമികമായ ഒരു ഘട്ടം മാത്രമാണ്. ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. FIRന്റെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കപ്പെട്ട ആളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം അക്യൂസ്ഡ് മാത്രമാണ്, കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ പോലീസോ മറ്റോ ആരും തന്നെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഇനി കുറ്റപത്രം കൊടുത്ത് ഒരു ട്രയൽ നടത്തി ഏതെങ്കിലും ഒരു കോടതി അദ്ദേഹത്തെ കുറ്റവാളിയാക്കുമ്പോൾ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനായി മാറുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ടത്തിൽ നിന്നുകൊണ്ട്
കോടതികൾ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ്. അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ ഈ കേസിന്റെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരു ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി ആദ്യം തന്നെ പരിഗണിക്കുന്നത്. രണ്ടാമതായി പരിഗണിക്കുന്നത് ഇദ്ദേഹത്തിന് മുൻകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ട്രാക്ക് റെക്കോർഡുകൾ കോടതി പരിഗണിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നത്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതൊക്കെ തന്നെ ആ ജാമ്യത്തിൽ സാധാരണ നിലയിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എതിരായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.